ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിക്ക് ഒപ്പിടാൻ വേണ്ടിയിട്ട് ആ രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് രജിസ്റ്റർ മേടിച്ചുകൊണ്ട് നേരം നിധിയുടെ അടുത്ത് ചെന്നു സുധീഷ്. അവിടെ ചെന്നപ്പോൾ താൻ എന്നെ ചതിക്കായിരുന്നല്ലോ എന്നും ചോദിച്ചുകൊണ്ട് എല്ലാം കൂടെ എടുത്ത് വലിച്ചെറിഞ്ഞ് നിധി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോഴാണ് സുധീഷ് പെട്ടെന്ന് ഇങ്ങനെ ഭയന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. സുധീഷ് അത് സ്വപ്നം കണ്ടതായിരുന്നു. മനസ്സിലിങ്ങനെ അതൊന്ന് ഭാവനയെ കണ്ടു നോക്കി. അപ്പോഴേക്കും ചെല്ലടാ, നോക്കി നിൽക്കാതെ ചെന്ന് ഒപ്പിടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോപി സാറ് പറയുക, എൻ്റെ ഈശ്വര, ഇതുവരെ കാത്തു, ഈ കടമ്പ കൂടി ഒന്ന് കടത്തി തരണേ എന്നും പറഞ്ഞ് നമ്മുടെ സുധീഷ് അതുമായിട്ട് നേരെ നിധിയുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിങ്ങനെ ഇരിക്കുക. ഒരു സൈൻ വേണമായിരുന്നു. ഒന്നുമില്ല, ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ കാരണമല്ലെന്ന് നേരത്തെ ഇവർക്ക് എഴുതി കൊടുത്താലേ പിന്നെ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഗോപി സാറ് പറയുന്നത്. അത് എഴുതിയതാ, ഒരു ചെറിയ സംഗതി, ഒന്ന് ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് പറഞ്ഞ് നിധിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുക. അത് രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടിച്ചതാണെന്ന് നിധിക്ക് മനസ്സിലായതുമില്ല. കരച്ചിലിൻ്റെ ആ ഒരു ഇതിലിരുന്നത് കൊണ്ട് നിധി അത് ശ്രദ്ധിച്ചതുമില്ല. സുധീഷ് ഒപ്പിട്ട് വാങ്ങിച്ച് അതുകൊണ്ട് പോവാം. അപ്പം വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എല്ലാ സത്യങ്ങളും ചെന്ന് നിധിയുടെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞോളാം, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എല്ലാം ഓക്കെ ആവുന്നേ, താൻ ധൈര്യമായിട്ടിരിക്കടോ, താൻ ധൈര്യം കൈവിടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് സുധീഷ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സുധീഷ് ബുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ, ചേട്ടൻ, 2 അനിയന്മാർ, പിന്നെ അച്ഛനും. അത് അമ്മയില്ല സാറെന്ന് സുധീഷ് പറയുക. അന്നേരം അപ്പോൾ അച്ഛൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അതെന്തിനാ സാറേ? തരാൻ പറഞ്ഞാൽ തന്നാൽ പോരേന്ന് ചോദിച്ചു. എന്നാടാ, നിനക്ക് അച്ഛനും ഇല്ലേന്ന് ഗോപി സാറ് ചോദിച്ചു. അയ്യോ ഉണ്ട് സാറേ, എന്നാൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്പരും അവിടെ എഴുതി വെച്ചു. മര്യാദയ്ക്ക് ആ കൊച്ചുമായിട്ട് പോയിക്കൊള്ളണം, ഇനി വേളച്ചിലവെല്ലാം എടുക്കാൻ നിന്നാ, മനസ്സിലായല്ലോ? അപ്പോൾ എന്താ സാറേ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലോ, ഒരു പ്രശ്നവും വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സാറേ ആ കൈ ഒന്ന് തരാമെന്ന് ചോദിച്ചു ഗോപി സാറിനോട്. അപ്പോൾ സാറില്ലായിരുന്നെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ലായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് എന്ന് ഗോപി സാറിൻ്റെ കൈ പിടിച്ച് നമ്മുടെ സുധീഷ് പറയുമ്പോൾ ആ കുട്ടിയെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു സുധീഷിനോട്. ആ കുട്ടിയെ ഞാൻ വിളിക്കാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഓടിച്ചെന്നു നിധിയെ വിളിക്കുക. എസ് ഐ സാർ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ കണ്ണും തുടച്ച് നമ്മുടെ നിധി നേരെ എസ് ഐ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ 2 പേരും വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപി സാറ് വിളിച്ചു. അപ്പോൾ 2 പേരും കൂടെ ചെന്ന് എസ് ഐ സാറിൻ്റെ മുന്നിൽ നിൽക്കുക. അപ്പോൾ നോക്കുമോളെ, വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തിന് സമ്മതം അല്ലാത്തത് കൊണ്ട് തിരികെ പോകില്ല എന്ന് വാശി പിടിച്ചത് കൊണ്ടുമാണ് ഇപ്പോൾ ഇതെല്ലാം നടന്നത് എന്ന് എസ് ഐ സാറ് പറയുന്നു. ഇനി ഇഷ്ടം പോലെ നന്നായി ജീവിക്കുക കേട്ടോ എന്നും ആ സാറ് പറയുന്നു. പഠിക്കുകയോ ജോലി എടുക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളാനും ആ സാറ് പറയുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാനും മടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഗോപേട്ടാ, എൻ്റെ നമ്പർ കൊടുത്തേക്കാനും പറഞ്ഞു. അപ്പോൾ കൊടുത്തോളാവെന്നും പറഞ്ഞു. അങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ സമാധാനിപ്പിച്ച് അവരവിടുന്ന് പറഞ്ഞു വിടുക. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്തു. പിന്നെ ഗോപേട്ട് ഇവരെ യാത്രയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഗോപി സാറും ബാക്കി പോലീസുകാരും കൂടി അവരെ യാത്ര അയച്ച് വിടുക കേട്ടോ. 2 പേരും കൂടി. സുധീഷ് ഭയങ്കര സന്തോഷത്തിലാണ്, നിധി ഭയങ്കര കരച്ചിലും. 2 പേരും കൂടി അങ്ങനെ അവിടുന്ന് പോകുവാണ്. പോകുന്ന സമയത്ത് മോളുടെ ഈ സങ്കടമൊക്കെ പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് ഗോപി സാറ് സമാധാനിപ്പിച്ച് വിടുവാണ്. ഇപ്പം നീ തനിച്ചല്ല, നിൻ്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് ഓർമ്മ നിനക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോപി സാറ് സുധീഷിനെ ഓർമ്മിപ്പിക്കുന്നു. ശരി, എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടെ പോവുക. അങ്ങനെ അവർ 2 പേരും കൂടെ മാലയിട്ട് ജീപ്പിൽ കയറി പോകാനായിട്ട് നോക്കുമ്പോൾ നിധി നിന്ന് ഭയങ്കര കരച്ചിൽ. നിധി, നീ കയറി, ഇങ്ങനെ നിന്ന് കരയല്ലേ എന്ന് സുധീഷ് നിധിയോട് പറയണു. നിധി എന്നിട്ട് വണ്ടിയെ കയറി. അപ്പോഴും നിധി വണ്ടിയിൽ നിന്ന് ഭയങ്കര കരച്ചില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിക്ക് ഒരു ടവലോ ടിഷ്യൂ ഏതാണ്ട് എടുത്ത് കൊടുത്തു. എന്നാൽ ടിഷ്യൂ കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നിധി കണ്ണും തുടച്ച് വീണ്ടും ഇരുന്ന് കരയുന്നു. ഇങ്ങനെ കരയല്ലേ നിധി എന്നും പറഞ്ഞ് സുധീഷ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ മാല മാറ്റിയിട്ട് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ മാല ഊരിച്ച് പിന്നെ ബെൽറ്റ് ഇട്ടു. അങ്ങനെ 2 പേരും കൂടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടെ പോയി. ഈ സമയത്ത് അനിയൻ വരുന്നത് നോക്കി ചേട്ടൻ അങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക സുഭാഷ്. അപ്പോഴേക്കും അനിയൻ ഇറങ്ങി വന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. എന്താണ്, കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഇവനിത് എവിടെ പോയി കിടക്കുവാണാവോ? എടാ, ഇതാ ഞാൻ ആദ്യമേ എല്ലാവരോടും പറഞ്ഞത്, ആ പെണ്ണിൻ്റെ കല്യാണക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ നോക്കിക്കോളും, നമ്മൾ ഇടപെടണ്ടാന്ന്. ഇതെല്ലാം നശിപ്പിച്ചു. എടാ, നമുക്കും ആ പെണ്ണിനും തമ്മിൽ എന്ത് ബന്ധമാടാ ഉള്ളത്? ആ കല്യാണം തടയാനായിട്ട് നമ്മൾ ആരാന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല സുഭാഷ് ഏട്ടാന്ന് അനിയൻ പറഞ്ഞു. എന്ന് കരുതി വിശ്വസിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റണ്ടേ? അന്നേ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നൊക്കെ സുഭാഷ് ഇപ്പോൾ ഇരുന്ന് പറയുന്നു. അപ്പോൾ എടാ, ഇനി നമ്മളറിയാതെ പെണ്ണിനെ കൊണ്ട് അവൻ പോയി കാണൂടാ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നടക്കുമെന്ന് അനിയൻ. എനിക്കാണ് പേടിയായിട്ടും പാടില്ലടാ എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. എൻ്റെ നെഞ്ചാണെങ്കിൽ കിടന്ന് പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ സുധീഷേട്ടനെ അവർ തട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല, 2 ആളും തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. എടാ ചുമ്മാ കാർ ഓടിക്കാൻ
കയറിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാണ് ലവ് ഒക്കെ ഉണ്ടാവുന്നതെന്ന് സുഭാഷ് ചോദിക്കും കേട്ടോ. ഇത് എന്താടാ ഇത്, എവിടെ പോയി അന്വേഷിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നും ചോദിച്ചിങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷായിട്ട് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തു. എന്ത്, ഹലോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാന്ന് പറഞ്ഞു. പറഞ്ഞോളൂ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും ഓക്കെ ശരി അവരങ്ങ് വരുന്നുണ്ടെന്നും നമ്മുടെ ഗോപി സാറ് പറയുക കേട്ടോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. അപ്പോൾ അപ്പോഴത്തേക്ക് SI സാറ് വന്നു. എന്താണോ എന്ന് ചോദിച്ചു. അവരുമായിട്ട് സംസാരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കട്ട് ചെയ്യേണ്ട, സ്പീക്കറിലിടാൻ പറഞ്ഞു. സ്പീക്കറിലിട്ടു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നേ 4-5 കാറല്ല അവർ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതെന്നൊക്കെ ഗോപി സാറ് ഈ സുഭാഷിനോടൊക്കെ പറയുക. പക്ഷേ ആ പെണ്ണ് പോകാൻ കൂട്ടാക്കിയില്ല എന്നും അതുകൊണ്ട് സ്റ്റേഷനിൽ വെച്ച് തന്നെ പരസ്പരം മാല ഇടിയിച്ച ഒരു കോൺട്രാക്റ്റ് മാരേജ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഇപ്പോൾ ഇവർ ഞെട്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി സുഭാഷിന്. 1 മാസത്തിനുള്ളിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കെട്ട് നടത്തിക്കൊള്ളണം, മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം അത് കേട്ടപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക നമ്മുടെ സുഭാഷ്. ഹലോ ഹലോ എന്ന് ഇവിടുന്ന് പോലീസുകാർ വിളിക്കുമ്പോൾ ആ ഹലോ സാറേ കല്യാണോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് പിന്നെ ഓടിപ്പോകുന്ന പിന്നെ തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ലെങ്കിലേ ഞങ്ങൾ പിന്നെ എന്നാ വേണമെന്ന് സാറ് ചോദിക്കുക. ആ കുട്ടിയെ നിർബന്ധിച്ച് അവരുടെ കൂടെ പറഞ്ഞയച്ചാൽ അവർ നിങ്ങളുടെ സഹോദരനെ വെച്ചേക്കുവോ എന്ന് ഗോപി സാറ് ചോദിച്ചു. അതുകൊണ്ട് മതി ഫോണിൽ നിന്നേക്കാൻ പറഞ്ഞു SI സാർ. അപ്പം ഞാൻ സാറിൻ്റെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞു ഗോപി സാറ് ഫോൺ SI സാറിൻ്റെ കൈ കൊടുത്തു. ഹലോ എടോ, സാർ പറഞ്ഞോളൂ. ആ കുട്ടി വലിയ വീട്ടിലെ കുട്ടിയാ, തിരിച്ചയക്കാൻ ഞങ്ങളുടെ മുന്നിൽ വലിയ പ്രഷർ ഉണ്ടായിരുന്നു എന്നും പക്ഷേ ക്രമസമാധാനം പാലിക്കുന്നവരെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് കാണാതെ പോകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. സുഭാഷ് പകുതി തളർന്ന് ഇങ്ങനെ നിൽക്കും അവിടെ. അതുകൊണ്ട് അവരുടെ കെട്ട് നടത്തി അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ സാറേ ഇന്നു മുതലേ അവളെ കെട്ടി അവനെ കൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ടോ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ CI മുള്ളാണി ബെഞ്ചമിൻ ആരാണെന്ന് നീ അറിയുമെന്നും ആ സാറ് പറയുന്നു. പിന്നെ കുടുംബത്തിലെ മുഴുവൻ പേരുടെയും കാലിലും കയ്യിലും നഖത്തിലും ഞാൻ മുള്ളാണി അടിച്ചു കയറ്റും കേട്ടോ എന്നൊക്കെ പറയുക. സുഭാഷ് നിന്നും കറങ്ങാൻ തുടങ്ങി, എന്നെ ചെയ്യുമെന്നറിയാത്തത് കൊണ്ട്. അപ്പം മനസ്സിലായടാ നിന്റെ പേരെന്താന്ന് ചോദിച്ചു. സാറേ സുഭാഷ് എന്നാ. അപ്പം സുഭാഷേ കാര്യമൊക്കെ പറഞ്ഞതുപോലെ മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചു. മനസ്സിലായി സാറേ. ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ സാറ് ഫോൺ കട്ട് ചെയ്ത പാടെ നമ്മുടെ സുഭാഷ് എന്ന ഉമ്മറത്തേക്ക് അങ്ങ് ഇരുന്നു. എടാ നികേഷ് എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണേന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ തല ചുറ്റിയിട്ട് മേലടാന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടാ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? സുഭാഷ് നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നു, പെണ്ണ് തരാതിരുന്ന നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് പറഞ്ഞിട്ട് നികേഷ് ഓടിച്ചെന്ന് പൂവൊക്കെ തൊട്ടൊക്കെ നോക്കി ഭയങ്കര സന്തോഷം. അന്നേരം സുഭാഷിൻ്റെ മനസ്സിലൊരു പുഞ്ചിരി. ഈ സമയത്ത് പിന്നെ നമ്മുടെ സുധീഷും അതുപോലെ നിധിയും കൂടി ഇങ്ങോട്ട് വരിക. ആ സമയത്ത് നിധി നല്ല ഉറക്കം. പക്ഷെ ഒരു വണ്ടി പുറകെ നിന്ന് കുറേ നേരമായിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഭയങ്കര ഹോണടി. അപ്പോൾ സുധീഷ് ഭയങ്കര പേടിയായി. സുധീഷ് ആണെങ്കിൽ ഇവനാരടാ ഇങ്ങനെ പിന്നാലെ വരുന്നത്, എൻ്റെ ദൈവം ഇനി അടുത്ത പുലിവാലും കൊണ്ട് ഏതവനായി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് വണ്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് അങ്ങ് ഒതുക്കി. അപ്പോൾ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ വണ്ടിക്കാരനും കൊണ്ടുവന്ന് നിർത്തി. അതെ രാജേഷിനെ അറിയില്ല, രാജേഷ് എൻ്റെ ഫ്രണ്ടാണ്, അവനാണെന്ന് കരുതിയാട്ടോ ഞാൻ ഫോൺ അടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല രാജേഷ് എൻ്റെയും ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ സുധീഷ്. ശരി ആയിക്കോട്ടെ ഓക്കെ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോയി. അവിടെയാണ് സുധീഷിന് ജീവൻ നേരെ വീണത്. അപ്പം അതൊക്കെ നമ്മുടെ നിധി കണ്ണു തുറന്നു. എവിടെ എത്തി എന്ന് ചോദിച്ചു. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, താൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. എന്തായാലും കുറച്ച് നേരം എടുക്കും എന്നും സുധീഷ് നിധിയോട് പറയുക. സുധീഷ് നല്ലതായിട്ട് വണ്ടി ഓടിക്കുന്നു. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇനി പണി പാളാൻ പോകുന്നത്. വണ്ടി ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴത്തേക്കും നിധിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു. നിധി വൊമിറ്റ് ചെയ്യുകയാണ് അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും സുധീഷ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു, വെള്ളം കുടിച്ചോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഇരുന്ന് നമ്മുടെ നിധി ഭയങ്കര കരച്ചിൽ. അയ്യോ എന്ത് പറ്റി, കരയല്ലേ, എന്തിനാ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു. ആളുകളൊക്കെ കാണുന്നുണ്ട്, കരയല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് സമാധാനിപ്പിക്കുക. അല്ല ഇനി തലവേദന വല്ലതുമാണോ, തലവേദനയാണെങ്കിൽ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയിൽ തൊടാൻ ചെന്നപ്പോഴത്തേക്ക് നിധി ഒരു നോട്ടം. അല്ല ആശുപത്രിയിൽ പോകണോ എന്നൊക്കെ സുധീഷ് ചോദിച്ചു. നിധി നിന്ന് കരച്ചിൽ. നിധി ഇങ്ങനെ നിന്ന് കരയല്ലേ, ആളുകളൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കാവോ, ഞാൻ ഒന്ന് കരയെങ്കിലും ചെയ്തോട്ടെ എന്ന് നിധി സുധീഷിനോട് പറയാം. വെറുതെ ഇരുന്ന് കരയും, തന്നെ പണിയായത് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. നിധി നിന്ന് ഭയങ്കര കരച്ചിൽ. സുധീഷ് ആണെങ്കിൽ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അപ്പുറം മാറി നിന്നു. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊടുത്തു. കരഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ നിധി മുഖമൊക്കെ കഴുകി ഇങ്ങനെ നിൽക്കുക. ഇവിടെ പൊട്ട് മാറിയിട്ടുണ്ട്, ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. നിധി എന്നിട്ട് ആ പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് എടുത്ത് തൊടുകയും ചെയ്തു. അങ്ങനെയൊക്കെ രണ്ടുപേരും കൂടി സമയം ഇതാവുക. അപ്പോൾ
ഇന്നത്തെ കാര്യം അറിയുമ്പോൾ വീട്ടുകാർ വല്ലാണ്ട് വിഷമിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല എന്നൊക്കെ നിധി സുധീഷിനോട് പറയുവാണ്. അച്ഛനെ ഇങ്ങനെ ഉടക്കി ചെന്ന് കയറുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇതറിയുമ്പോൾ ശരിക്കും അവർ തകർന്നു പോകും. ഞാൻ തന്നെ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. എന്താ എൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ നിധി സുധീഷിനോട് പറയുക. സർട്ടിഫിക്കറ്റും കൂടെ കയ്യിലില്ല എന്ന് അറിയുമ്പോൾ നിധി തീർന്നു. അപ്പം ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ശരിക്കും തകർന്നു പോയി എന്ന് നിധി പറയുക കേട്ടോ. അങ്ങനെ ഒരവസ്ഥയിൽ ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് ഒരിക്കലും എൻ്റെ പൊന്നേതെ വീണ്ടും കരയുന്നു എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതേ എടോ താനിങ്ങനെ കരയിലിടോ, അപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുക. ഇനി വേണമെങ്കിൽ അച്ഛനോട് സത്യം തുറന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ എന്ന് സുധീഷ് ചോദിച്ചു. നമ്മൾ തമ്മിലൊരു ബന്ധവും ഇല്ല, അത് ശരിക്കുള്ള കല്യാണമല്ലെന്ന് നമുക്ക് പറയാമല്ലോ എന്ന് സുധീഷ് നിധിയോട് പറയാം. ഈശ്വര എൻ്റെ ദൈവമേ, ഇതിപ്പം ഞാൻ തന്നെ എൻ്റെ ഐഡിയ പൊളിക്കാനാണല്ലോ എൻ്റെ ഭഗവാനെ എന്ന് സുധീഷ് ഒരു നമ്പർ ഇട്ട് നോക്കാമെന്ന് എന്നിട്ട് സ്വയം ഇങ്ങനെ അങ്ങനെ തന്നെ നിന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ തന്നെ ചെന്ന് ഈ വണ്ടിയിൽ കൊണ്ട് തിരിച്ചാക്കാം കേട്ടോ, എനിക്കിട്ട് 4 അടി വീണ്ടും കൊള്ളും, ഇത്രയും സഹിച്ചില്ലേ അതും സഹിക്കാമെന്ന് സുധീഷ് നിധിയോട് പറയാം. നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. നിധി അന്നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ പോകാമെന്നും എല്ലാം പറയുമോ എന്നുള്ള പേടി, ഇനി തിരിച്ചു പോകുമെന്നിങ്ങനെ പറഞ്ഞു കളഞ്ഞാൽ തീർന്നു എന്ന് സുധീഷ് മനസ്സിൽ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു. പക്ഷേ ആ കങ്കാരി അവിടെ തന്നെ കാണും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ സൂര്യയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം തിരിച്ചു പോകണോ എന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ വിഷമം പറയാനും പറ്റില്ലേ, തിരിച്ചു പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് നിധി ചോദിച്ചു. അപ്പോൾ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചവർ തന്നെയല്ലേ എന്നൊക്കെ നിധി ഇങ്ങനെ സുധീഷിനോട് ചോദിക്കാം. എന്നെപ്പറ്റി സങ്കടപ്പെടാത്തവരെ ഓർത്ത് ഞാനും തന്നെ സങ്കടപ്പെടണം എന്ന് നിധി അന്നേരം സുധീഷിനോട് ചോദിച്ചപ്പോഴാണ് സുധീഷിന് ശ്വാസം നേരെ വീണത്. ചായ വേണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെ ഇപ്പം ഞാൻ ശരിക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും വേണ്ട പോവാം എന്ന് നിധി സുധീഷിനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നിധി ആ താലി എടുത്ത് ഇങ്ങനെ നോക്കുക, സുധീഷ് കെട്ടിയ താലി. അതും നോക്കി അത് കഴുത്തേന്ന് ഊരാനായിട്ട് നിധി നോക്കുമ്പോൾ സുധീഷ് അത് കയറി അങ്ങ് പിടിച്ചെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി താലി ഊരിക്കാനും സുധീഷ് സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.